അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ നിന്റെ സൗണ്ട് മാറുന്ന ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ ഇപ്പോ? എനിക്ക് അങ്ങനെ തോന്നി, അറിയില്ല. നമുക്ക് എന്തായാലും ജഡ്ജസിനോട് ചോദിക്കാം. പക്ഷെ നീ ആ ഒരു എനർജി കീപ്പ് ചെയ്തു. അവിടെ എല്ലാരും ഞങ്ങളോട് ഡാൻസ് ഒക്കെ കളിച്ചു. ഓക്കെ ഹരിച്ചേട്ടാ. ഗൗതത്തിന് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു വോയിസ് ചേഞ്ച് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കാണുന്നവർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും ഒക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഗൗതത്തിനുണ്ട്. അപ്പോൾ ഗൗതത്തിൻ്റെ ഒരു പല കാര്യങ്ങൾ ഗൗതത്തിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടായിരിക്കും. ഇങ്ങനെ പാടാം, അങ്ങനെ പാടാം, പക്ഷേ നമ്മൾ ചിലപ്പോൾ വോയിസ് അതിന് അനുവദിക്കില്ല. അപ്പം അത് ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും പിന്നെ അതൊക്കെ പറ്റും. അപ്പോൾ അതാണ് ഇന്ന് മെയിനായിട്ടുള്ളൊരു ഇതിൻ്റെ ടോൺ മോൻ്റെ ചേഞ്ച് ചെയ്യുന്നൊരു സമയമായതുകൊണ്ട് മോൻ വിചാരിക്കുന്ന ഒരു സാധനങ്ങൾ പലതും ഒരു ഇപ്പം രസമായിട്ട് പാടുന്നുണ്ട്, പക്ഷേ ഈ ശബ്ദത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം പലതും അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. മനസ്സിലായല്ലേ? അപ്പോൾ അതാണ് എനിക്ക് മെയിനായിട്ട്. പിന്നെ എന്തിനാ ഈ പിച്ച് കുറച്ച് എന്തിനാ? അത് ആക്കുമ്പോൾ മറ്റേ സൗണ്ട് എത്തുന്നുണ്ടായിട്ട് പിന്നെ ആയി. ഒരിക്കലും അത് ചുമ്മാ തോന്നല്ല. അതിൻ്റെ ഒറിജിനൽ പിച്ച് വന്നിട്ട് ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ, ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. മോനെ ഭയങ്കര നെയ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണ്ട. ആ ചിന്നമ്മ അടികുഞ്ഞി ചിന്നമ്മ ചിന്നമ്മ മാ അല്ല മാ മാ ചിന്നമ്മ അങ്ങനെയല്ല. ഇതിപ്പോ മോന്റെ ശബ്ദം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ മോന് പല ലിമിറ്റേഷനും കാണും. പിന്നെ അതിൻ്റെ കൂടെ നെയ്സൽ ടോണിങ് ഇങ്ങനെ മോൻ ഭയങ്കരമായിട്ട് അപ്ലൈ ചെയ്യുന്ന പോലെ തോന്നി. അത് കാരണം ഇത് അങ്ങനത്തെ ഒരു പാട്ടാണ്. ഇത് ഭയങ്കര ക്രിസ്പ്, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു പാട്ടാണ്. ഇതിൻ്റെ എക്സ്പ്രഷൻസും അങ്ങനെയല്ലേ. പിന്നെ ആദ്യം തുടക്കത്തിലുള്ള രാഗമൊക്കെ ഇത് ഏത് രാഗമാ? ശങ്കരാഭരണം. ഓഫ്, എനിക്ക് മേലെ അതൊക്കെ അറിയാം. അപ്പോൾ അതിൽ മോനെ ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒറിജിനൽ പോലെ അങ്ങനെ തതരി നാന അങ്ങനെ പോകണമെന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പം ആന്ന് അകാരം പാടാം. ചിന്നമ്മ ആ ഒരു ഫണ്ണില്ലേ, അത് മിസ് ചെയ്തു. അത് മെയിൻ പ്രശ്നം ഈ ഒരു സമയത്തിൻ്റെയാണ്. അത് കുറച്ച് കഴിയുമ്പം മേ ബി സൂപ്പർ സ്റ്റാർ സീനിയറൊക്കെ ആകുമ്പോഴത്തേക്കും വേറൊരു ഗൗതത്തിനായിരിക്കും നമ്മൾ കാണുന്നത്. ഇപ്പം മോൻ്റെ തെറ്റേ അല്ലത്, ഒരിക്കലും ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട് കേട്ടോ. നന്നായിട്ട് പാടുന്നുണ്ട്. പിന്നെ കുറച്ച് ധൃതി ഉണ്ടായിരുന്നു പാടി എല്ലായിടത്തും. ഇതിൻ്റെ ഒരു സ്വിങ് ഉണ്ട്. തന്നന്നാ തരതന്നാനേ തരതന്നാനേ തനനന്നാ താനേനാ. മനസ്സിലായില്ലേ? ആ ഒരു ഫൺ മിസ് ചെയ്തു കുറേ സ്ഥലത്ത്. മോൻ ആ സംഗതിക്കൊക്കെ എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു. ലോവർ നോട്ട്സ് ഒക്കെ പോലെ കുറേ സ്ഥലത്ത് പാ എന്നും പോയില്ല. ഇനി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിച്ച് കുറയ്ക്കുമ്പോൾ ഒന്നുകൂടി സ്ട്രഗിൾ ചെയ്യും. മനസ്സിലായില്ലേ? ലോവർ നോട്ട്സ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും പിച്ച് കുറയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായില്ലേ? പിന്നെ ലാസ്റ്റത്തെ ആ ഹമ്മിങ് അതൊക്കെ എങ്കേയോ പോയിട്ടേ കേട്ടോ. അപ്പോൾ എനിവേ കുഴപ്പമില്ല. പിന്നെ ഇത് ഞാൻ ഏറ്റവും എടുത്ത് പറയുന്നത് മോൻ്റെ ഈ ഒരു സമയം, വോയിസ് മാറുന്നൊരു ടൈം ആയതുകൊണ്ട് കുറേ ലിമിറ്റേഷൻ ഉണ്ടാവും. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ജഡ്ജ്മെൻറ്റ് ചെയ്തത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക. ഗൗതം എന്തോ സാർ നന്നായിട്ട് പാടിയാടാ. താങ്ക് യു സാർ. ഗൗതം ഇപ്പോൾ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് പ്യോർലി ആ ഫിസിക്കൽ ചേഞ്ചിൻ്റെതാണ്. അല്ലാതെ ഇതും ഗൗതമിൻ്റെ സിംഗിങ് കേപ്പബിലിറ്റിയുമായിട്ട് ഒരു ബന്ധവും കേട്ടോ. ഗൗതം ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു സിംഗറാണ്, അതിൽ ഒരു തർക്കവും. പക്ഷേ ഈ സാധനം ഒരു ചേഞ്ചിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന പല അത് ഗൗതമിനുണ്ടാവും, എൻ്റെ മോനുണ്ടാവും ഈ ഒരു പ്രായമെത്തുമ്പോൾ. അപ്പം അത് നമ്മൾ ഗോ ത്രൂ ചെയ്യണം, അത് ചെയ്തേ പറ്റൂ. പിന്നെ ഇതുപോലത്തെ പാട്ടുകളുടെ ഒരു ഗുണവും അതിൻ്റെ ഒരു കുഴപ്പവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നോട്ട് എത്ര നോട്ട് കുറച്ചു? ഒരു ഫുൾ ടോൺ കുറച്ചു. ഈ ഒരു ഫുൾ ടോൺ ഒരു സെമി കുറച്ചു. സെമിയാണ് കുറച്ചത്. ഓക്കെ. അപ്പം ഇപ്പോൾ ഒരു പൊടിക്കാണ് കുറഞ്ഞതെങ്കിലും ഈ വോയിസ് ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തോ 2-3 കട്ട കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും.
കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു എനർജി ഡ്രോപ്പ്, ഒരു ചിയർഫുൾനെസ്സിൻ്റെ ഒരു കുറവ്, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ പറയുന്നു, ഇത് സിംഗിങ് കേപ്പബിലിറ്റിയെ അല്ല നമ്മൾ ജഡ്ജ് ചെയ്യണം. ഇത് പ്യുവർലി ടോൺ. ഇത് ടോൺ ചേഞ്ച് ആവുന്ന ഒരു സമയമായതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് കേട്ടോ. സിംഗിങ്ങിൽ നീ പുലിയാണ്, അത് നീ രക്ഷയില്ല. ഈ പറഞ്ഞ പോലെ കുറേ ലോ പോയ സ്ഥലങ്ങളിലാണ് ഇത് പോയത്. പ്രത്യേകിച്ച് സ്വരങ്ങളിൽ ലോക്കെ ഇടറി ക്രിക്കർ എന്നുള്ള സൗണ്ടൊക്കെ വന്നു. കൺട്രോള് നമുക്ക് കുറച്ചുകൂടെ വേണമെന്ന് എനിക്ക് തോന്നി. അഗൈൻ ഈ ഹെൽത്ത് ഈ പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൺട്രോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവസാനത്തെ പ്ലാൻ അതും നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. തൊണ്ട കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? ഇങ്ങനെ ഒരു ചിയർഫുൾ പാട്ട് നമുക്ക് തന്നതിന് ഹാറ്റ്സ് ഓഫ് ടു ദെം. ആൻഡ് ഓൾസോ ദ സിംഗർ. ഓൾസോ ടു ദ സിംഗർ. ഓ, ഈ പുള്ളി ഇതുപോലത്തെ പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ ചിയർഫുൾനെസ് പ്രോ മാക്സാ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ശരത് സർ. ഗൗതമേ, എന്തോ സർ? ചക്കരെ, എന്തോ? കുഴപ്പമില്ല, നീ വിഷമിക്കാതെ. മക്കളിപ്പോൾ ഇവരൊക്കെ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ ഈ മോൻ കടന്നു പൊക്കോണ്ടിരിക്കുന്ന ആ ശബ്ദ ചേഞ്ചിൻ്റെ ഒരു വൃത്തികെട്ട ഫേസിലാണ് ഉള്ളത് കുഞ്ഞ്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മോനെ. അത് നമുക്ക് നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. അതും കഴിയും. അതങ്ങനെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആയിരിക്കത്തില്ല. ഇത് മാറിയിട്ട് നല്ല അലുവ പോലുള്ള ശബ്ദം വരും. അപ്പോൾ മോന് കൺട്രോൾ കിട്ടും. ഇത് മോന് ഒരു കൺട്രോൾ ഇല്ലായ്മയായിരുന്നു മൊത്തത്തിൽ. ഇപ്പോൾ ഹരി പറഞ്ഞല്ലേ സ്വരം പാടി നിപ്പ ഒക്കെ പാടുമ്പോൾ നിപ്പ പിന്നെ രോഗമായതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം കേട്ടോ. അത് നോക്കിക്കൊള്ളുക. നമ്മുടെ സുപ്രധാനമായിട്ടുള്ള ഈ ഒരു സമയത്തുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് പാടേണ്ടതെല്ലാം നമ്മുടെ മണ്ടേ കാണും, തൊണ്ടേ കാണത്തതുമില്ല. അപ്പം അത് വിഷമിക്കാതിരിക്കുക. ആണുങ്ങൾക്കുള്ള ഒരു പ്രോസസ്സാണ് മോനെ ഇത് കേട്ടോ. അതുകൊണ്ട് അത് വിഷമിക്കണ്ട, ഒക്കെ ശരിയായിക്കോളും. നീ പാടുമ്പോൾ നീ നല്ല ജ്ഞാനസ്ഥനാണ്, അതിലൊരു ഡൗട്ടും ഇല്ല കേട്ടോ. അപ്പം ഇതങ്ങ് പോട്ടെ, നമുക്ക് വിട്ടുപിടിക്കാം കേട്ടോ. ഓക്കെ ചിന്നമ്മ? ഓക്കെ ഓക്കെ ഓക്കെ. ശരിടാ. എടാ, ഇത് ആര് പാടിയാന്നറിയാവോ? MG സർ. നമ്മുടെ അണ്ണാച്ചി കീറി വെച്ചേക്കുന്ന പാട്ടാ. അതുകൊണ്ട് പറയണോ? അപ്പൊ എന്തൊക്കെയായാലും മക്കള് നിന്നെ കൊണ്ട് പറ്റുന്ന വ്യക്തി പാടി മോനെ. ഈ ഒരു കണ്ടീഷനിൽ ഇത്രയും പാടിയല്ലോ, അതിന് ഹാറ്റ്സ് ഓഫ്. താങ്ക് യു സർ. ലവ് യു ഡാ ചക്ര. മാർക്സ് ചോദിക്കാം. ഓക്കെ. എന്നാ ഷാനിക്ക? 7.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ? ഈ മാർക്സ് മോൻ്റെ സ്റ്റേജിൽ ലൈക്ക് യുവർ ഗോയിങ് ത്രൂ പരിപാടിയാണ്, മനസ്സിലായില്ല. അതുകൊണ്ട് അത് മോൻ്റെ കഴിവിനെയോ അതൊന്നും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഇതല്ല. ഈ സ്റ്റേജ് കണക്കാക്കിയാണ് ഈ മാർക്സ് 7. താങ്ക് യു സർ. 14.5 മാർക്സ് ആണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മുടെ ഷാരത് സാറിന്റെ മാർക്ക് അവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് അറിയാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. യെസ്.